ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ്, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ. എന്റെ തോട്ടിക്കാറ മര്യാദയ്ക്ക് താഴോട്ടുവാ. പാലത്തിന്റെ അടി, ഞാൻ പാലത്തിന്റെ അടി നിൽക്കും. പാലത്തിന്റെ അടിയിലോ ജോക്കി? ഞാൻ ഇവിടെ റിപ്പയറിന്റെ മുതുക്കില്. എടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിൽ ഒരു സാധനം ഇല്ല, 8002. നീ എവിടെ വാ, നീ എവിടാണിത്? ഞാൻ മുതുക്കില് റിപ്പയർ നിൽക്കുക. മുതുക്കിലെ റിപ്പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നീ 8002 വാഴ. നീ ജോക്കി കോള് കട്ടിയാണ്. ഞാൻ എന്താ ഇവിടെ മുതുക്കില് റിപ്പയർ നിൽക്കുക. ജോക്കി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തല അറുത്തിടും. അല്ല, നീ റിപ്പയർ കഴിഞ്ഞിട്ട് 8002 വരാൻ താഴെ. 8002 മറ്റേ കൊറേ മരങ്ങൾ ഇരിക്കുന്ന കൊറേ പാലമില്ല. 8002. ഈ ഗ്യാങ് ചിഹ്ന തെറിച്ച് പോയ അവന്മാരെല്ലാം ഒന്ന് വിളിക്കണേ. മെസ് ബോയ്, കോച്ച്, കോച്ചല്ല കാമക്കുടിക്കുകയും പിടിച്ചു കേട്ടാ. എന്ത് പറയും? ഹലോ പാലത്തിന്റെ അടിയിലോട്ട് വിളിച്ചു നോക്കി. എല്ലാരും ഒന്ന് വന്നേ. ജോക്കി എവിടെ? ഹലോ, നിങ്ങൾ വെടിവെക്കാൻ തോക്കിന്റെ വെടിവെച്ച് നിങ്ങളെ ഗ്യാങ് എടുത്തേ. നിങ്ങൾ എന്തോ പിന്നെ പെമ്പിളാർ കിടന്ന് വഴുതി കളിക്കുന്ന എന്തോ? நான் மட்டும் இல்ல. പാലത്തിന്റെ അടി കുട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് കണ്ണാപ്പിയും നമ്മുടെ ടീം, കണ്ണാപ്പിയും ബോബോയും നമ്മുടെ മാമനൊക്കെയാണ് നമ്മുടെ ടീം. അതിശക്തിയായി ഗ്യാങ്ങിൽ ഇത്രയും എംബോക്കികൾ പാലത്തിന്റെ അടിയിൽ പെൺപിള്ളാരുമായി നിന്ന് ഉത്സന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നാറി മുഴുത്തിരിക്കുന്ന മുഖം നോക്കി നോക്കിയടാ. ജോക്കി ഏപ്രിൽ 1-ാം തീയതി ജോക്കി നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് ആക്കിയത്. വാണത്തലയന്മാരെ മാമ കണ്ണാപ്പി കണ്ണാമ്പി നിങ്ങളില്ലാതെ വിട്ടുപോലെ. അതുകൊണ്ടല്ലേ ജോക്കി അതുകൊണ്ടല്ലേ നമുക്ക് ജോക്കിക്ക് അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ചതാ. ജോക്കി മറ്റേ PA ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ആ കൊച്ചിനെ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഇതിനകത്തുള്ള, അതായത് ഇവന്മാരുടെയൊക്കെ ഭാര്യ പെണ്ണുള്ള. അതെന്തിനാ നമുക്ക് ആരുമില്ലാന്ന് പറയുന്നേ? അഭിനയിക്കാൻ വന്നിട്ട് എല്ലാരും പോയി ഇവിടെ വെച്ചിട്ട് ഇവിടെ മുണ്ടിട്ട് മറിക്കാറ്. നിനക്ക് ഞാൻ തരാ വേണം. നിനക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഓടി പലേറ്റലോട്ട് വരുന്ന സമയത്താണ് സംഭവിക്കണം. നമ്മൾ ഡൈവേർട്ട് ചെയ്തില്ലേ ഫിജത്താ. നിനക്കൊക്കെ ഈ പാര വെക്കുന്നതിനുള്ളത് ഞാൻ തരുവേ. ലൊക്കേഷൻ കൊടുത്തത്
എടാ എന്റെ കറണ്ട് പോയി കേട്ടോ. അന്നേരം പറഞ്ഞില്ല അന്ന് അവിടെ ഒരു കിട്ടിയെന്ന് പറഞ്ഞു വിടറാ. ജോക്കി പറ. പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ നാല് പേരുണ്ടല്ലോ ഈ 4 പേര് SRK, കണ്ണാപ്പി, മാമൻ, ബോബോയ്. ഞാനും എന്താണത് ആരടുത്ത് സംസാരിക്കണേ? വിളിക്കുന്നത് എടാ ഈ SRK, കണ്ണാപ്പി, ആരടുത്ത് സംസാരിക്കണേ? വിളിക്കുന്നത് എടാ ഈ SRK, കണ്ണാപ്പി, ബോബോയ് ഇവരൊക്കെ ഉണ്ടല്ലോ ഗ്യാങ്ങിന് വേണ്ടി അഹോരാത്രം നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാ. അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഇത്ര വേട്ടാവളിയന്മാരെ പെൺപിള്ളാരോട് ഇത്ര ഒരു കീഴിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് അറിയിക്കാൻ തോന്നുന്നു ഇല്ല. ஐயோ ജോക്കി ഉള്ളിൽ ഒരു പൊണ്ണു തന്നെ കൂപ്പിട്ട് പോണ ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇങ്ങനെ നടന്നിട്ട് പഞ്ചാമൃതം പട്ടത്തിയുടെ തമ്മിൽ തിരിച്ചറിയാതായ? അല്ലല്ല ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ ഗ്യാങ്ങിൽ ആര് നല്ലത് ചെയ്താലും കഴിഞ്ഞാലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ വാസു. എന്റെ പൊന്ന് ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ ആ. വലത്ത് നിന്ന് ഒന്നാമത്തെ ഈ പച്ചമുടി ഇട്ടത് ഇന്നേ വരെ ഒരു ഉപകാരം ഈ ഗ്യാങ്ങിനുണ്ടായിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, അടിയും വഴക്കും പെണ്ണ് പിടിയും എല്ലാം ആയിട്ട് നടക്കണം. പിന്നെ രണ്ടാമത്തവൻ ഇവന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലത്തെ ബോംബെയും ടി വി കയറുന്നതിന് മുമ്പ് 50,000 മറ്റേ വിഷമ വീഡിയോയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഗ്യാങ്ങിലും കണ്ടിട്ടില്ല, വെളിയിലും കണ്ടിട്ടില്ല. പിന്നെ അടുത്ത് വരണം എല്ലാ ആഴ്ചയിലും മിനിമം 3 കംബാക്ക് പുള്ളിയുടെ ഒരു പോളിസിയാണ്. ജന്മനാ തൊട്ടേ പുള്ളിക്ക് കംബാക്ക് അടിക്കുന്നതിൽ ഭയങ്കര കാര്യമാണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി ഒരു RP വരെ തന്നിട്ടാണ് റഷ്യക്ക് പോയത്. എന്നിട്ട് നേരെ തിരിച്ചു പോയത്. പിന്നെ വന്ന് സീറ്റ് ചെയ്താൽ ഇവിടെ വന്നു. ഇപ്പൊ പുള്ളി പറയണത് ഇപ്പൊ ഇവിടെ വീണ്ടും അടുത്ത് അപ്പോഴേ പറഞ്ഞ് വാസു അത്രയും ക്ലീൻ ആണ്, ഒരു പരിപാടിക്ക് നിന്നെ ആരെങ്കിലും പിടിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോടാ എക്സിറ്റ് അടിച്ച്. പിന്നെ ഏറ്റവും അവസാനത്തെ ജോക്കി പുള്ളി ആരേണ്ട തള്ളക്ക് വിളിച്ച് 14 ദിവസത്തെ ബാനും കിട്ടി. മോനെ ഇങ്ങോട്ടൊന്ന് വന്നോ, ഇങ്ങോട്ടൊന്ന് വന്നു സംസാരിച്ചാണോ? എല്ലാവർക്കും സുഖമായിട്ടല്ലേ? ഞാനേ ഒരു കാര്യം പറയട്ടെ, നീ ഞരമ്പേ ഓടുന്ന സമയത്ത് ഞാൻ വരമ്പേ ഓടി തുടങ്ങിയതാ. അത് അങ്ങനെ അല്ലല്ലോ, നീ വരമ്പി തൂർന്ന സമയത്ത് ഞാൻ പാളം തൂർത്ത് തുടങ്ങി, അങ്ങനെ ഒന്നുമല്ലേ? അത് ഞാൻ അന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ ഇങ്ങനെ പറയുന്നതാ, നീ അതിന്റെ ഇടയ്ക്ക് പറയാം. അപ്പം മോനെ ഞാൻ കാര്യം പറയട്ടെ, ഈ പരിപാടിയൊക്കെ കൊള്ളാം, ഈ പുറക്കുള്ള സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഞാനത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചെന്ന് വെച്ചാൽ വിശ്വസിച്ചില്ല. പക്ഷെ നിന്നെ കുറിച്ചൊരു അപവാദം പറഞ്ഞ സമയത്ത് ഞാനത് പറഞ്ഞു, വാസു അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ജോക്കിക്ക് ഇപ്പോഴും ഏപ്രിൽ ഫുൾ ആണെന്ന് വിശ്വാസമായില്ല മോനെ. നീ പറഞ്ഞ പിന്നെ ഞാൻ വിശ്വസിക്കായിരിക്കുമോ? ഞാൻ എടുത്ത് വളർത്തിയാലേ നിന്നെ. ജോക്കിയുടെ കയ്യില് കത്തി എന്തെങ്കിലും ഉണ്ടോ? കുത്താനാണോ മോനെ? അല്ലല്ല, ജോക്കിയുടെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മുറിയുന്ന എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ? മുറിയുന്ന തോക്കുണ്ട്. തോക്ക് വെച്ച് പറ്റുമോ അറിയില്ല, എന്നാലും ജോക്കി ട്രൈ ചെയ്ത് നോക്ക്. എന്റെ ഈ നെഞ്ചിന്റെ സൈഡ് നോക്കി വെടി വെക്ക് ജോക്കി, എന്നിട്ട് അത് പൊളത്തി നോക്കാൻ പറ്റുമെങ്കിൽ ജോക്കി നോക്ക്. അതിനകത്ത് ഇപ്പഴും ജോക്കിയെ കാണാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും തോന്നുന്നുണ്ടോ? ഇപ്പഴും ജോക്കിയെ കാണാം അതിനകത്ത്. വലത്തെ സൈഡ് നോക്കണം, ഇടത്തെ നോക്കരുത്. അല്ലേ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, മോനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നീ ഞാൻ കാര്യം നീ കൊറേ നാളായിട്ട് സിറ്റിക്കകത്ത് ഈ ദർശന എന്ന് പറഞ്ഞിട്ട് എന്ത് വാറിന് പോന്നു? അല്ലല്ല, ഞാൻ എപ്പോഴും എന്തിനും റെഡിയാക്കി ജോക്കി, ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. ഏതൊരു സെക്കൻഡ് മോനെ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോനെ ആരെയും ഇഷ്ടമാണ്? ഇല്ല ജോക്കി, ഇല്ല ആരുമില്ല. ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞ വായ തുപ്പി തരാനാ. പറയടാ കുട്ടാ അങ്ങോട്ട്. പറ ജോക്കി. ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെ ഒരു ഇഷ്ടമേ അല്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലേ ജോക്കി എടുത്ത്. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പരിപാടിയല്ലോ ഉണ്ട്. ഇത് പരിപാടിയൊന്നുമില്ല. പരിപാടിയൊന്നുമില്ല. ഇല്ലല്ല, വേറെ ഒരു പരിപാടി ഇല്ല. ആ ദർശനം കൊണ്ടിട്ടേ നമുക്ക് മറ്റേ മലയുടെ മോളി വരുന്ന പോയാൽ. അയ്യോ, ദർശനങ്ങളുടെ മലയാളം മുകളിൽ പോകുന്നതിന് മുമ്പ് അവന്മാർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, കണ്ണാപ്പിക്കും മാമനും. അത് കഴിഞ്ഞിട്ട് എടാ ബോബോയ്, കണ്ണാപ്പി, മാമൻ, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഹലോ, ചെവിയൊക്കെ അവന്മാർക്ക്. മനപ്പൂർവ്വം റെസ്പോണ്ട് ചെയ്തിട്ടേ. ഇങ്ങോട്ട് വാ.
ഇതില്ല, നമ്മളെ വെറുതെ കൊണ്ടുപോയി പണിക്കാനുള്ള പരിപാടിയാണ്. എനിക്കറിയാലോ, ഇതൊക്കെ എനിക്കറിയാലോ. ഹലോ ആ പറയടാ, നിനക്കൊക്കെ എന്തോ പറയണ്ടോ പറഞ്ഞേ? പിന്നെ പിന്നെ ഇവൻ വിളിച്ചിട്ട് ബോബ വിളിച്ചിട്ട് പേരെടുക്കാൻ പോലെ അർജന്റ് ആണെന്ന് പറഞ്ഞ്. ഓ അണ്ണന് മനസ്സിലായില്ലേ നമ്മളെ ചുമ്മാ കുറുമ്പല്ലാണ്. അങ്ങനെയാണെന്നല്ലേ കാര്യങ്ങള്. എടാ പക്ഷെ ഉണ്ടല്ലോ, ഞാന് ജോക്കി അങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാൻ പോലും അത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട്, എടാ നീയൊക്കെ ഒരു അർജന്റ് കാര്യം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഞാൻ അതിന്റെ ഇടയ്ക്കൂടെ വരാൻ കാണിച്ച മനസ്സില്ലടാ. അത് BGM ഇട്ട് ഇറക്കിയേ പറ്റുള്ളത്. ആ ഫോൺ ബുക്കുള്ള ഓട്ടോ അത് BGM ആണ് അതില്. ഒരു വണ്ടി അല്ലല്ല മാവന്റെ ഇതാരടാ ഈ മീശ വെച്ച് ഞാൻ പറഞ്ഞില്ലേടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു സ്നൈപ്പാണിത്. അങ്ങനെ ചെയ്യത്തില്ല. എന്താണ് സ്നൈപ്പ് ഞാൻ നിനക്ക്? പറഞ്ഞൊരു 100 ഓട്ടം വീരപ്പൻ ആ പറ ജോക്കി, എന്ത് പറഞ്ഞേ? അല്ല ഞാൻ 100 വട്ടം മുമ്പാണ്ട് പറഞ്ഞേ, നീ പെണ്ണിന്റെ പുറകെ ഒന്നും പോകത്തില്ല, അങ്ങനല്ല. നമ്മള് പറഞ്ഞായിരുന്നു. അതെ അതെ ഇവന്മാര് പറഞ്ഞു കേട്ടോ. എടാ നീ എടാ കണ്ണാപ്പി കണ്ണാപ്പി ബോബി നിന്നെയൊക്കെ കാണാൻ പോയിട്ട് കുറെ നാളായില്ലേ? എടാ ബ്രഹ്മചാരി പുണ്ട എന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയും, നിന്നെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം പറഞ്ഞേട്ടാ. ഒരു മിനിറ്റ് കീരി ഇങ്ങോട്ട് പറഞ്ഞേ മോൻ. ഒന്ന് 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 ഇതെങ്ങനെയാ? ഇതൊരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ് എണീറ്റ് വരാനാന്നോ? ഞാൻ എണീക്കാം. പറയാം. കീരി ഇങ്ങോട്ട് പറഞ്ഞേ മോൻ. ഒന്ന് 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 ഇതെങ്ങനെയാ? ഇതൊരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ് എണീറ്റ് വരാനാന്നോ? ഞാൻ എണീക്കാം. പറയാം. ഒരു ഞാൻ ഫ്രണ്ട് ഇത് നിന്നെ എങ്ങനെ ഒരു ചടങ്ങാണ് വാസണ. ഗ്യാങ്ങിന് ഒരു ഉപയോഗവും ഇല്ല. 4-5 വർഷം അതിനകത്ത് കേറി നിൽക്കുക, കോട്ട് ഇടുക, വെള്ള ടീഷർട്ട് ഇടുക, വരിക, പോവുക. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സീസണലായിട്ടൊരു പ്രേമം. അത് കഴിഞ്ഞ് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം പിന്നെയും ബ്രേക്ക്. കംബാക്കിന്റെ രാജാവ്. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ എന്തെങ്കിലും ചെയ്തോട്ടെ. ഗ്യാങ്ങിന് ഉപകാരം ചെയ്യുന്നവരെ കൂടെ ബുദ്ധിമുട്ടിക്കരുത്. ആ ചെറുക്കനാണ് പെണ്ണിനെ കുറിച്ച് മനസ്സിൽ പോലും ഒരു ചിന്തയില്ല. നിന്നെ കാണുമ്പോഴാണ് ഈ ചിന്തകൾ മൊത്തം. നിന്നെ കാണുമ്പോ കണ്ണാപ്പി കേക്കോ? 4.5 വർഷമായിട്ട് ഒടുക്ക കംബാക്ക് അടിച്ച ഒരാളാണ് ഈ ഡയലോഗ് അടിക്കണേ. ഞാൻ ഒറ്റ അത് പോട്ടെ. 4.5 വർഷമായിട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യ. നിനക്ക് ഈയിടെയായിട്ട് ഭയങ്കര ഇതാണല്ലോ നിനക്ക്. എന്താ ജോക്കി? ഒന്നുമില്ല, പിന്നെ സംസാരിക്കാതെ കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഇവന്റ് നടത്തണ്ടേ ജോക്കി? ഞാൻ അതുകൂടെ പറയാം, അതുകൂടെ എന്ത് പറയാം ജോക്കി. നമ്മളൊരു ഇവന്റ് നടത്താൻ പോവാണ്. ഒരു സെക്കൻഡ്, ഒരു കോള് വന്നു. ഹലോ, ബിസിനസ് ആയിരിക്കും. ദർശനം ചോദിക്കണേ നിക്കണോ? പൊക്കോളം പറ, ഇവിടെ പ്രശ്നം. എന്താടാ? അല്ല, എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എല്ലാം നിനക്ക് സ്പീക്കർ ഇട്ട് നിന്നെ കേൾപ്പിക്കാൻ നീ ആരാടാ? അതിന്റെ ആവശ്യമില്ല കേട്ടോ. ആ ഓക്കെ ജോക്കി, നമ്മുടെ ഒരു ഇവന്റ്, നമ്മളൊരു പുറംലോകത്തൊരു ഇവന്റ് നടത്താൻ പോണേ ജോക്കി. ഇവന്റ് എന്ന് പറഞ്ഞാൽ PUBG PC നമ്മുടെ എക്സലാൻഡിസിലുള്ള ഈച്ച് ആൻഡ് എവറി ഗ്യാങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സലാൻഡിസ് ആയിട്ടൊരു കൊളാബ്. അകത്ത് നമുക്ക് അല്ലാതെ ഒരെണ്ണം ചെയ്യാം, അത് രായൻ സെറ്റ് ആക്കുന്നുണ്ട്. നമ്മള് എല്ലാരും PUBG PC എല്ലാ ഗാങ്സിൽ നിന്നും മാക്സിമം ഒരു 1 അല്ല 2 ടീം എന്നുള്ള രീതിയിൽ നമുക്കൊരു കിടിലൻ പരിപാടി നടത്തണം. ഇല്ല കളിക്കാൻ അറിയാവുന്ന ആൾക്കാരെ മാത്രം, നല്ല ബെസ്റ്റ് ഓഫ് ദ ടീം. അപ്പൊ അതിന്റെ പോസ്റ്റർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നാളെ അല്ലെ മറ്റന്നാളെ നമുക്ക് സിറ്റിയിൽ എല്ലാവർക്കും കൊടുക്കാം. വേല മതിയാണ്. വേല നടത്താനുണ്ടല്ലോടാ, ഒത്തിരി സമയം വേണം. വേല നടത്താൻ ഒറ്റ ടൈം 2 പേരുടെ പറ്റുള്ളൂ. പക്ഷെ PUBG PC ആണെങ്കിൽ നമുക്ക് ഒരേ സമയം 18 ടീമിനെ സ്പെക്ക് ചെയ്യാം. മനസ്സിലായോ?
18 ടീമിന്റെ മാച്ച് ഒറ്റ അടിക്കാൻ കഴിയും. നമുക്കൊരു മാക്സിമം പോയ ഒരു ദിവസം ഒരു 3 മാച്ച് എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് ടേബിൾ ആക്കി 2 ദിവസം കൊണ്ട് ടൂർണമെന്റ് തീർക്കാം. ഒരുപാട് നീണ്ടുപോകില്ല. വാലോ ഇങ്ങനെ സ്പെക്ട് ചെയ്ത് നീണ്ടുപോകും. അത് കഴിയുമ്പോൾ സിറ്റിയിൽ ഒരു ഇവന്റ് കൂടെ നടത്തണം നമുക്ക്. മനസ്സിലായോ? സിറ്റിയിൽ നല്ലൊരു ഇവന്റ് നടത്തണം, ഒരു PvP ഇവന്റ്. അപ്പൊ ഇതാരും ഇത് ഏവനല്ലേ കൂടെ നാട്ടണമാ സോളോ അല്ല ഇവനോട് പോയടാ അവൻ പോയോ? ഇല്ല, ജോക്കി, ഞാൻ ഇവിടെ സംസാരിക്കായിരുന്നു. പ്രൈസ് പൂൾ എത്ര? 10 lakhs? എത്രയാണ് പ്രൈസ്? 50 ലക്ഷോ? എന്താടാ? 15 ലക്ഷം. என்ன நடக்குது? എന്തോ കേട്ടില്ല. പ്രൈസ് പൂള് പ്രൈസ് പൂൾ 10 lakhs. 10 lakhs നിന്റെ കൊടുക്കണ്ടോ 10 ലക്ഷം രൂപ? 10 ആ, അപ്പൊ പിന്നെ അത്രയും വലിയ ഡയലോഗ് അടിക്കില്ല. എന്നാലും ഞാനൊരു നല്ല ഫിഗർ കൊടുത്തോളാം എന്റെ സൈഡിൽ നിന്ന്. നിന്നെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ടൂർണമെന്റ് ആകുമ്പോ അനൗൺസ് ചെയ്തോളാം. മനസ്സിലായ? നല്ലൊരു പരിപാടിയാണ് പരിപാടി. കണ്ണാപ്പിയുടെ ടീം കാണൂടാ? என்ன கதை? ബോബോയി മാമന് നമ്മുടെ കഴിവ് പുറത്തടിക്കാൻ ജോക്കി എവിടെയാണ് ജോക്കി എവിടെയാണ് ലിവിങ് എന്ന്? ഞാന് നീയ് കോച്ച്. അത് ഞങ്ങള് വെളി തീരുമാനിച്ചോളാം. നിനക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഉദ്ദേശിച്ചതേ ഇവിടെ പുറത്തല്ല, അകത്ത് നമുക്ക് ഒരു സാധനം. ഐ ആം സോറി. അകത്തണ്ട അത് പറഞ്ഞ കാര്യം. എന്തിനാ സോറി? കാത്തിരിക്കൂല യു ഓൾസോ ഹാപ്പി ആയിട്ട്. ബിസിനസിന് തിരക്കാനോടാ കുട്ടാ. ജോഗി, എനിക്കിതെല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റണല്ലോ ജോഗി. സത്യം പറഞ്ഞ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്ക്. ഇത് 24 മണിക്കൂർ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം. പെടങ്ങല്ലേ നമുക്ക് ഏറ്റെടുക്കാം. ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിഷമിക്കണ്ടേ. ആ, ഓക്കെ. ജോഗിക്ക് വൈകുന്നേരം ആവുമ്പോ ഒരു കട്ടൻ ചായ എടുത്ത് മറ്റേ KVL അപ്പാപ്പനെ വിളിച്ച് കടത്തിരുത്ത് ഇരുന്നാൽ അങ്ങനല്ല, രണ്ടും അങ്ങനെ പറഞ്ഞല്ല. നമ്മള് സംസാരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഇറങ്ങി സംസാരിക്കല്ലേ നീ? സോറി. നമുക്ക് അകത്തെ വാസു നമുക്ക് അകത്തൊരു സാധനം അത്